ഇന്ത്യയിൽ ഞാൻ പറയാം, അതിനൊന്ന് മനസ്സിലാകണമെങ്കിൽ ഇന്ത്യയിലെ കാര്യമല്ലേ പറയുന്നത്, മൊത്തത്തിൽ കേരളമായിട്ട് നമ്മുടെ അയൽ രാജ്യങ്ങളൊന്ന് നോക്കണം. ഞാനത് വിശദീകരിക്കില്ല. പാകിസ്ഥാനിലെ മതസ്വാതന്ത്ര്യം അത് നിങ്ങൾ വിലയിരുത്തിക്കൊള്ളുക. ചൈനയിലെ മതസ്വാതന്ത്ര്യം നിങ്ങൾക്ക് വിട്ടുവരും. മ്യാൻമാറിലെ മതസ്വാതന്ത്ര്യം നിങ്ങൾക്ക് വിട്ടുവരും. ബംഗ്ലാദേശിലെ വിട്ടുതരുന്നു, ശ്രീലങ്കയിലെ വിട്ടുതരുന്നു. ഇന്ത്യയായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യുക. മറ്റൊന്ന് അമേരിക്കയിലെ ഒരു പ്രസിഡന്റ്, ഞാൻ പേര് പറയില്ല, അദ്ദേഹം ഒഫീഷ്യലായിട്ട്, ഇലക്ഷൻ പ്രചരണത്തിലൊന്നുമില്ല, ഒഫീഷ്യലായിട്ട് പറഞ്ഞു ലോകത്തിലെ 16 രാജ്യങ്ങളിൽ ഒറ്റയൊരുത്തിന് ഇവിടെ കയറാൻ പാടില്ല. 16 രാജ്യങ്ങളുടെ പേരും പറഞ്ഞു. ഏത് രാജ്യങ്ങളാണെന്ന് എനിക്കറിയാം. അമേരിക്കയിലെ ആയി. യൂറോപ്പില് എല്ലാ മാസവും ഇപ്പൊ വർഗീയതകൾ നടന്നുകൊണ്ടിരിക്കുക. ഇതിനിടയിൽ പാരീസിൽ ഉണ്ടായി. ഇപ്പൊ എല്ലാ മാസവും ഉണ്ട് യൂറോപ്പില്. എന്നിട്ട് അടിസ്ഥാനത്തിലാണ് എന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ ഇന്ത്യയില് ലോകത്തിലെ ഏറ്റവും കൂടുതൽ സുരക്ഷിതമായിട്ടുള്ള ന്യൂനപക്ഷമുള്ളത് ഇന്ത്യയിലാണ്. പ്രശ്നങ്ങളില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഏത് സമൂഹത്തിലും പ്രശ്നങ്ങളുണ്ടാകും. അത് ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളെ സ്വയം ബഹുമാനിക്കുക. നമ്മുടെ ഒപ്പമുള്ളവരെയും യേശു ക്രിസ്തു പറഞ്ഞതുപോലെ നിങ്ങളെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കാന്ന് നമ്മൾ ഇവിടെ നടത്തിയാൽ മതി. മറ്റേ രാജ്യങ്ങളെ സ്നേഹിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. അതാണ് മൊത്തത്തിലുള്ള രീതി. അല്ല, എല്ലായിടവും സേഫ് ആണെന്നല്ലേ ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ കമ്മീഷന്റെ മെമ്പറായിട്ട് ഇന്ത്യയിൽ എല്ലായിടത്തും പോയിട്ടുണ്ട്. എല്ലാവരെയും കണ്ടിട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. സംഭവം ഉണ്ടായ എല്ലാ സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. അവരോടെല്ലാം ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഇതല്ലേ ഇങ്ങനെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയാറുണ്ട്. കാരണം ഒരു സ്ഥലത്ത് പോലും എനിക്ക് പരാതി കിട്ടിയ ഒരു സ്ഥലത്ത് പോലും ഞാൻ പോകാതിരുന്നിട്ടില്ല. എല്ലായിടത്തും പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവിടെയാണ് സേഫ് എന്നാണ് എൻ്റെ വിശ്വാസം. അതാണ് കുഴപ്പം. സബ്ജുഡീസ് ആണ്, മിണ്ടാൻ പറ്റിയല്ല. അതല്ല, ഞാനത് വൈസ് ചെയർമാനായിരുന്ന സമയത്ത് പലതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അധികാരം ഉണ്ടാക്കിയെടുത്ത് ഞങ്ങളുടെ കമ്മീഷനിൽ. അപ്പോൾ സുപ്രീം കോടതി, അത് ഈ ക്വാസി ജുഡീഷ്യൽ സ്ഥാപനങ്ങളും ജുഡീഷ്യറി ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താമെന്നുള്ള അറിയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്ത് അവസാനം സുപ്രീം കോടതി പറഞ്ഞു